പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു? ബുധൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഭാവമാണ്. മിഥുനൻ രാശിക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം, മിഥുനൻ രാശിയുടെ അധിപനാണ് ബുധൻ. ആ ബുധന് 2 ആധിപത്യമാണ് ഉള്ളത്. എന്തൊക്കെ ആധിപത്യമാണ്? ഒന്ന്, ബുധൻ മിഥുനൻ രാശിയുടെ അധിപനാണ്, ഭാവാധിപനാണ്, ലഗ്നാധിപനാണ്. പിന്നീട് 4ാം ഭാവാധിപനാണ്. എന്താണ് 1ാം ഭാവം? ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതിസ്ത്രയോ യശസ്സുഖം ജയോ വപുശ്ച തത്സർവം ചിന്തനീയം വിലഗ്നത. ദേഹത്തിൻ്റെ സ്വസ്ഥത, വിജയം, തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ അഭിമാനം, ഒരു വ്യക്തിയുടെ ആകത്തുക, അതാണ് ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത്. ആ ലഗ്നാധിപനായ ബുധൻ എവിടെ നിൽക്കുന്നു? 9ാം ഭാവത്തിൽ നിൽക്കുന്നു. മറ്റൊന്നെന്താണ്? 4ാം ഭാവമാണ്. തൻ്റെ വീട്, ആഡംബരം, സുഖഭോഗം, വാഹനം, ജലാശയം, കൃഷിഭൂമി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അതിനാൽ വളരെ നല്ല സ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു. ശുഭഗ്രഹമായ ബുധൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ധാർമ്മികത, ധനം, സുഖം, ഇതൊക്കെ ഭജിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിന് പുറമെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ലഗ്നാധിപനായ ഗ്രഹം 9ൽ നിൽക്കുന്നു. ഇവിടെ പിതാവിൻ്റെ പൂർവികമായ സ്വത്ത്, അല്ലെങ്കിൽ പിതാവ് ചെയ്യുന്ന വ്യാപാരം, കച്ചവടം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡൈ ഹാർഡ്നെസ്സിലൂടെ പിതാവിൻ്റെ ജോലി, ഇതൊക്കെ മക്കൾക്ക് ലഭിക്കാവുന്ന പേപ്പറുകൾ, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ തയ്യാറാക്കാം, അല്ലെങ്കിൽ ജോലി ലഭിക്കാം. ഭൂമി ലാഭം ഉണ്ടാകാം, കൃഷിഭൂമിയുടെ ലാഭം ഉണ്ടാക്കാം. തനിക്ക് ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ പ്രോപ്പർട്ടീസ്. അതിനാൽ വളരെ നന്നായി ഈ ബുധൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ബുധേ ധർമ്മകേ ധർമ്മശീലഹ അതിധീമാൻ. 9ൽ ബുധൻ വരുമ്പോൾ ധാർമ്മികതയുണ്ടാകും, നല്ല ശീലങ്ങൾ ഉണ്ടാവും. ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക, ദീക്ഷയെടുത്ത് സ്വർഗങ്കയിൽ പോയി മുങ്ങിക്കുളിക്കാൻ പറ്റുമെന്നാണ്. അതിനാൽ പിതൃകർമ്മങ്ങൾ ചെയ്യാനും ദീക്ഷയെടുത്ത് അമ്പലങ്ങളിലും ദേവാലയങ്ങളും സന്ദർശിക്കുവാനും റൈറ്റ് ടൈം, പിൽഗ്രിമേജ്, ഏറ്റവും നല്ല സമയമാണ്. കുലോദ്യോതകൃത് ഭാനുവത് ഭൂമി ബാലാൻ, തൻ്റെ കുലത്തിന് പ്രകാശം കൊടുക്കും സൂര്യനെ പോലെ എന്ന് വെച്ചാൽ തങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ റെനോവേഷൻ വരിക, ഉത്സവം വരിക. ഇവിടെയൊക്കെ മിഥുനൻ രാശിക്കാർക്ക് ഈ വരുന്ന 65 ദിവസക്കാലം വളരെ അനുകൂലമാണ്. അതിലൂടെ അവർക്ക് പ്രഭയും പ്രശസ്തിയും ഉണ്ടാകാം. അവരുടെ പേര് ദിഗന്തരങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിയും. നല്ലൊരു ഫലമാണ്. പ്രതാപാധികോ ബാധകോ ദുർമുഖാന, തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകും. ദുർമുഖന്മാരുടെ ദോഷങ്ങളെ താൻ ഏറ്റെടുത്ത് അവരെ നേർക്ക് നയിക്കും. പലപ്പോഴും വലിയ വലിയ മധ്യസ്ഥങ്ങൾ, സംഭാഷണങ്ങൾ, പരസ്പരം പോരടിച്ച് നിൽക്കുന്നവരെ, പരസ്പരം 2 റൈവലായി നിൽക്കുന്നവരെ തൻ്റെ നയചാതുരിയിലൂടെ, ബുധൻ ചാതുര്യത്തിൻ്റെ ഗ്രഹമാണ്, നയത്തിൻ്റെ ഗ്രഹമാണ്, അവരെ തങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു അസാധ്യമായ കഴിവ് ഈ ബുധൻ പ്രദാനം ചെയ്യും. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ധാരാളം വരും. സന്ദർശിക്കുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ നന്മകളും.